നിങ്ങൾ ഈ സാരി ഡാൻസ് എന്നൊരു കലാരൂപം കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസമാണ് എനിക്കിത് കാണാനുള്ള ഒരു അവസരമുണ്ടായത്. ഈ കൊങ്ങിണി സമൂഹത്തിൻ്റെ ഒരു വസ്ത്ര സംസ്കാരത്തിൻ്റെ അടയാളമാണ് ഈ സാരി. ഈ സാരി ഉപയോഗിച്ചുള്ള മനോഹരമായൊരു നൃത്തമാണ് സാരി ഡാൻസ്. അതായത് ഈ പോർച്ചുഗീസ് അധിനിവേശം മൂലം പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയ ഒരു സമൂഹമാണ് കൊങ്ങിണി സമൂഹം. അവരെ ചേർത്ത് നിർത്തുന്നത് ഇത്തരം ചില കലാരൂപങ്ങളാണ്. അല്ലെങ്കിലും സമൂഹവും സംസ്കാരവും ഒക്കെ ഏതെങ്കിലും വശത്തേക്കൊന്ന് മാറിപ്പോയാലും ഇവയൊക്കെ ചേർത്ത് നിർത്താൻ വേരുകളായി പ്രവർത്തിക്കുന്ന എപ്പോഴും കലകളാണല്ലോ അല്ലേ. നമുക്ക് സാരി ഡാൻസ് ഒന്ന് കാണാം. വിവിധ വർണ്ണങ്ങളിലുള്ള സാരികൾ, നടുവിലൊരാൾ, ഇരുവശങ്ങളിലും 5 പേർ വീതം ചേർന്ന് ഒരു നയന മനോഹരമായ നൃത്തം. ഡാൻസിൽ വലിയ സ്റ്റെപ്പൊന്നുമില്ല, ആ സാരി ഉപയോഗിച്ചുള്ള ഫോർമേഷൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്, ഡാൻസിന് വലിയ ഇമ്പോർട്ടൻസ് അല്ല. പോർച്ചുഗീസുകാരുടെ ആക്രമണത്തിൽ പലായനം ചെയ്ത് കൊച്ചിയിൽ എത്തിച്ചേർന്നവരാണ് കൊങ്കൺ മേഖലയിലെ വിവിധ സമുദായങ്ങൾ. കൊങ്കൺ ദേശത്ത് നിന്ന് വന്ന ഇവർ കൊങ്കൺ ഭാഷ സംസാരിച്ചു. കൊങ്കൺ ഭാഷ സംസാരിക്കുന്നത് കൊണ്ട് പൊതുവെ ഈ വിവിധ സമുദായങ്ങളെ ചേർത്ത് കൊങ്ങണികൾ എന്ന് പറഞ്ഞു വരുന്നു. ഗോവയിൽ നിന്നും പോർച്ചുഗീസ് ഇൻവേഷൻ ഉണ്ടായിരുന്നല്ലോ ഗോവയുടെ. അപ്പം ഞങ്ങൾ സരസ്വതി കൊങ്കണീസ്, അതായത് കൊങ്ങണികൾ സാരസ്വതി കൊങ്കണീസ് എന്ന് പറയും. ഞങ്ങൾ കുറേ പേര് അവിടെ നിന്ന്, ഞങ്ങളുടെ പൂർവികരാണ്, 400 വർഷം മുന്നെയാണ് അവരവിടെ നിന്ന് പലായനം ചെയ്ത് തെക്കോട്ട് വന്നു. കർണാടക, കേരള, അങ്ങനെ കേരളത്തിലെ അങ്ങേയറ്റം പുറക്കാട് എന്നുള്ള സ്ഥലത്താണ് ഞങ്ങളുടെ ഏറ്റവും ദൂരെയുള്ള സെറ്റിൽമെൻ്റ് ഉള്ളത്. അവിടേക്ക് ഓടി വന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അവിടുത്തെ കലാരൂപങ്ങൾ കൊണ്ടുവരുമല്ലോ, അതാണ് സാരി ഡാൻസ് ഇവിടെ വന്നത്. ഇത്തരം ചില കലാപരിപാടികളാണ് വിവിധ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട ഈ സമൂഹത്തെ ചേർത്ത് നിർത്തുന്നത്. കുറേ കാലങ്ങളായിട്ട് ഇതൊന്നും ആരും ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പം എക്മലി എന്നുള്ള കലാ സാംസ്കാരിക സംഘടനയാണ് ഇത് റിവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് ഞങ്ങൾ റിട്രീവ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ചിന്നിച്ചിതറിപ്പോയ പല സ്വന്തം ആചാരങ്ങളെയും ചേർത്ത് നിർത്തി ചെറുതെങ്കിലും തങ്ങളുടെ അടുത്ത തലമുറയിലേക്ക് പകരാൻ കലയെ ഒരു മാധ്യമമാക്കുകയാണ് ഇവർ. പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ്, നമ്മുടെ പൂർവികർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, നമുക്കറിയില്ല. ഹിസ്റ്ററിയിലും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗോവയിൽ നിന്ന് വരുമ്പോൾ നമ്മളാണ് കേരളത്തിലുള്ളവരെ സാരി ഉടുപ്പിച്ചതെന്നുള്ളതാണ് അതും കൊങ്ങിണികൾ. അങ്ങനെയാണ് ഇത് സാരി ഡാൻസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതായി. അങ്ങനെ ഓരോ ഡാൻസ് ടീച്ചറുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിങ്ങനെ ഓരോ രൂപത്തിലായിട്ട് വരുന്നത്. ഈ നൃത്ത കൂട്ടായ്മയിലെ ഒരാളൊഴികെ എല്ലാവരും 60 പിന്നിട്ടവരാണ്. പക്ഷേ അവരുടെ ആവേശം ഒട്ടും ചോർന്നിട്ടില്ല. എല്ലാവരും അബൌവ് 60 ആൾക്കാരാണ് കളിച്ചിട്ടുള്ളത്. നടക്ക് നിന്നയാളാണെന്നുണ്ടെങ്കിൽ ബേബി ഷീസ് ഹാർഡ്ലി 3 months ഓൾഡ്. ആ കുട്ടീനെയും വെച്ചുകൊണ്ടാണ് കളിച്ചിരിക്കുന്നത്. നടക്ക് നിന്നയാൾ. ഡാൻസ് ടീച്ചർ നമ്മുടെ ബാക്ക് ബോൺ ആയിരുന്നു. നമ്മുടെ സ്കെലിറ്റൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബാക്ക് ബോൺ ആണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്കെലിറ്റൻ. മിസ്സ് നല്ലപോലെ വന്ന് നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഇത് ആക്ച്വലി എനിക്കും ഫസ്റ്റ് ടൈം ആയിരുന്നു. ഞാൻ പഠിച്ചിട്ടുണ്ട്, ബട്ട് ഇവരെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞത് എൻ്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു. അപ്പോൾ ഇവരെ പഠിപ്പിക്കുക എന്നുള്ളത് എനിക്ക് ഏജ് കാരണം എങ്ങനെയാണ് അവർ ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ ഒരു ടാസ്ക് ആയിരുന്നു. ബട്ട്
അവരെല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് അത് നന്നായി ചെയ്തായിരുന്നു. ഇരുന്ന് എണീക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. ഒരു ഏജ് കഴിഞ്ഞാൽ ഈവൻ എനിക്കാണെങ്കിലും അതത്ര ഈസി അല്ല. കാലപ്രവാഹത്തിൽ വിവിധ നാടുകളിലേക്ക് കൊങ്കൺ സമൂഹം പലതായി ഇഴപിരിഞ്ഞു പോയെങ്കിലും തങ്ങളാലാവും വിധം സ്വന്തം പാരമ്പര്യത്തെയും കലകളെയും ഇവർ ചേർത്ത് നിർത്തുകയാണ്. ഈ കൊങ്ങിണികളെ പാട്ട് പാടുന്നവർ, ഡാൻസ് കളിക്കുന്നവർ എല്ലാവരെയും കൂട്ടിയിട്ട് ഈ കൊങ്ങിണി സമുദായത്തെ, കൊങ്ങിണി സംസാരിക്കുന്ന ആൾക്കാരെ ഒത്തുകൂട്ടുക എന്നുള്ളതാണ്. ശരിക്കും ഞങ്ങൾ മൈനോറിറ്റിയാണ്. ശരിക്കും കൗണ്ട് ചെയ്താൽ മൈനോറിറ്റിയാണ്. പക്ഷെ നമുക്ക് ആ ഒരു പരിഗണന എങ്ങും കിട്ടുന്നില്ല. ഒരു സ്കൂളിൽ അഡ്മിഷൻ ആണെങ്കിലോ ജോലിക്കാണെങ്കിലോ ഒന്നും കിട്ടില്ല. അപ്പൊ അതിനു വേണ്ടി ഒന്ന് പൊരുതുകയും കൂടി വേണം നമുക്ക്. അങ്ങനെ ഈ ആഴ്ചത്തെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.